കോട്ടയത്ത് 100% വിജയപ്രതീക്ഷ എന്ന തോമസ് ചാഴിക്കാടൻ ന്യൂസ് 18നോട് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നു അവിടെയാണ് വിജയമുണ്ടാവുക. വർഷങ്ങളായി ജനങ്ങൾക്കൊപ്പം നിന്നതിനാൽ തന്നെ ജനം കൈവിടില്ല എന്നും തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രത്യേകത. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്? കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എല്ലാ കാലവും വിജയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകും. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. ആ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പുറത്തും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കോടതിയുടെയും അംഗീകാരമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മാണ്. ആ തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്നതിന് സംശയമില്ല. കോട്ടയത്തെ കോട്ട കാക്കാൻ തോമസ് ചാഴിക്കാടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാട്ട്, UDFന്റെ പാട്ട്. അങ്ങനെ ഒരു UDF കോട്ടയാണ് കോട്ടയം എന്നാണ് കഴിഞ്ഞ തവണ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDFന്റെ ഭാഗമായി മത്സരിച്ചു, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമായി. ആ മുന്നണിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് മത്സരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിഷയം. ജനങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതാണ് വിഷയം. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ആ ജനങ്ങൾ എന്നോട് അംഗീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 1 ലക്ഷത്തിൽ മുകളിൽ. ലക്ഷത്തിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? പാർട്ടിയും മുന്നണിയും ആലോചിച്ച പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു ഒരു തീരുമാനം? ഇത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രത്തോളം ആവേശമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അതാണ് തോമസ് ചാഴിക്കാടൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.